ഈശോ വിജയിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഈശോ ഒരു യുവാവായിരുന്നല്ലേ. ഈശോയ്ക്ക് ആഘോഷങ്ങളും സന്തോഷങ്ങളും കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു 12 അപ്പോസ്തലന്മാർ. ഇവരൊന്നിച്ച് നടക്കും എന്തായാലും അവിടെ ഒരു നല്ലൊരു കൂട്ടായ്മയും സന്തോഷവും ചിരിയും കളിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ ഈ കൂട്ടായ്മയെ ഡിഫറെൻ്റ് ആക്കിയത് എന്താ? ഈശോ എപ്പോഴും ആബാപിതാവിനോട് കണക്റ്റഡ് ആയിരുന്നു. ശിഷ്യന്മാർ ഈശോയിൽ കണക്റ്റഡ് ആയിരുന്നു. അവരെ നയിച്ചിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു സ്നേഹ വലയത്തിലായിരുന്നു അവർ. അതിലവർക്കൊരു ആനന്ദം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്തുനിന്ന് ഒരാൾ ഈശോയിൽ നിന്ന് മാറിപ്പോയപ്പം അവൻ്റെ ട്രാക്ക് മാറിപ്പോയി. ഈശോയുടെ കൂടെയുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് സന്തോഷങ്ങളൊന്നും ഇല്ലാത്ത, ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു ബോർ ലൈഫൊന്നുമല്ല. ഈശോയുടെ കൂടെയുള്ളൊരു ജീവിതം നല്ല ത്രിൽഡ് ആയിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ്. പക്ഷേ ആ ജീവിതം പാപത്തിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും പരിശുദ്ധ ത്രിത്വമായിട്ട് കണക്റ്റായിരിക്കണം. അവിടെ നമ്മളെപ്പം മാറിപ്പോകുന്നു അവിടെ നമുക്ക് തെറ്റിപ്പോകും.